ബിരിയാണി നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷേ അത് ഇന്ത്യൻ ഫുഡാണോ പേർഷ്യൻ ഫുഡാണോ എന്നുള്ള തർക്കം ഇതുവരെ തീർന്നിട്ടില്ല. പേർഷ്യയിലാണ് ഇത് ഉണ്ടായതെന്നും ഇത് ഇന്ത്യയിലേക്ക് മുഗളന്മാരാണ് കൊണ്ടുവന്നതെന്നാണ് പറയപ്പെടുന്നത്. പക്ഷെ അതെങ്ങനെ ശരിയാവും? പേർഷ്യയിലും സെൻട്രൽ ഏഷ്യയിലും അരിയുടെയും സുഗന്ധവ്യഞ്ജനത്തിന്റെയൊക്കെ കൃഷിക്ക് അനുയോജ്യമല്ല എന്നുള്ള കാര്യം നമുക്കറിയാം. എന്നാൽ ഇന്ത്യയിലാണെങ്കിൽ ഇത് പണ്ട് തൊട്ടേ കൃഷി ചെയ്തിരുന്നതാണ്. ബിരിയാണി എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ അരി എന്ന അർത്ഥം വരുന്ന ബിറിഞ്ച് എന്നുള്ള വാക്കിൽ നിന്നാണ് ഉണ്ടായതെന്നാണ് ഒരു വശം പറയുന്നത്. പാചകം ചെയ്യുന്നതിന് മുമ്പേ ഫ്രൈ ചെയ്യുന്ന പ്രോസസ്സ് ഉള്ളത് കൊണ്ട് തന്നെ ബിരിയാണി എന്നുള്ള വാക്കിൽ നിന്നാണ് ബിരിയാണി എന്നുള്ള വാക്കുണ്ടായതായും പറയപ്പെടുന്നു. പണ്ട് മുതൽക്കേ മുഗളന്മാർ പാചക പരീക്ഷണത്തിന്റെ ഭാഗമായിട്ട് അരിയും മാംസവും ചേർത്ത് വെച്ചാണ് ബിരിയാണി ഉണ്ടാക്കിയതെന്നാണ് പറയുന്നത്. ഇന്ത്യൻ ലിറ്ററേച്ചറായ അർത്ഥശാസ്ത്രത്തിലും തമിഴ് ലിറ്ററേച്ചറുകളുടെ ഭാഗമായിട്ട് അരിയും മാംസവും ചേർത്ത് പാചകം ചെയ്യുന്ന വിധിയെക്കുറിച്ച് പറയുന്നുണ്ട്. ചോളന്മാർ അവരുടെ പട്ടാളക്കാർക്ക് വേണ്ടി ഊൺ സൂറു എന്നുള്ള പേരിൽ കൊടുത്തിരുന്നത് നമ്മുടെ ഇന്നത്തെ ബിരിയാണിയാണ് എന്നും പറയുന്നു. പേർഷ്യക്കാരുണ്ടാക്കിയിരുന്ന പുലാവാണെന്നും പുലാവ് ഇന്ത്യയിൽ വന്ന് ബിരിയാണിയായി മാറിയതാണെന്നും പറയുന്നുണ്ട്. ബിരിയാണി ഉണ്ടാക്കിയത് പേർഷ്യക്കാരാണോ ഇന്ത്യക്കാരാണോ അത് രണ്ടുപേരും കൂടെ ചേർന്നാണെന്നുള്ള തർക്കം തീർന്നിട്ടില്ല. എന്നാലും ബിരിയാണി ഇന്ത്യക്കാരുടെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്ഷണമാണെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല.